കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുക, ഒരാൾ മറ്റൊരനുഭവത്തിലിരിക്കുക. എങ്ങനെ പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് രീതിയിലും കർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക, ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുക. കൂട്ടായ്മയ്ക്ക് കൈത്താങ്ങൽ നൽകുക, കൂട്ടായ്മയ്ക്ക് വേണ്ടതെല്ലാം നൽകുക, കൂട്ടായ്മയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കുക. ഇതെല്ലാം ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്റെ വീട്ടിൽ ദുഃഖം വരാൻ കാരണമായി തീർന്നത് എന്തുകൊണ്ട്? എന്റെ വീട്ടിൽ ദുഃഖം വന്നു. എനിക്ക് ആകപ്പാടെ ഒരേ ഒരു സഹോദരനേ ഉള്ളൂ. അവൻ എന്തുകൊണ്ട് മരിച്ചു കർത്താവേ? നീ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഇതിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തന്ന് നിന്നെ ശുശ്രൂഷിച്ചതല്ലേ? ഞാൻ നിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചതല്ലേ? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ സഹോദരൻ മരിപ്പാൻ കാരണമായി തീരുമോ, ഇടയായി തീർന്നു? അപ്പോൾ ദുഃഖം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ദുഃഖം ഉണ്ടാകും, പ്രയാസങ്ങൾ കടന്നു വരും. പക്ഷെ അതെങ്ങനെയായി തീരണം? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ആ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. 2 കൊരിന്ത്യർ 7-10 പ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞ ഭാവം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് സമയം ഓർത്തോണമേ, ലാസറിന്റെ മരണം കർത്താവ് പറയുന്നതിന് 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 11-15 ഒന്ന് വായിച്ച്. പ്രൈസ് ദി ലോർഡ്. അതാ വളരെ ഇമ്പോർട്ടന്റ്. കർത്താവിന് ആ വാക്യം ഇമ്പോർട്ടന്റ്. ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട്. ആ കർത്താവിന് ലാസർ മരിച്ചൊരു വിഷയമല്ല, കർത്താവിന് ലാസർ മരിച്ചല്ല വിഷയം. കർത്താവിന് വിഷയം എന്റെ കൂടെ നടക്കുന്ന 12 എണ്ണം ഉണ്ടല്ലോ, ഇവന്മാരെ എനിക്ക് വിഷയം. എന്താ വിഷയം? ഈ കാണുകയും കേൾക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും പാപികളെ മാനസാന്തരപ്പെടുകയും കുഷ്ഠന്മാർക്ക് സൗഖ്യം കൊടുക്കുകയും രക്തസ്രാവ സ്ത്രീയെ പൊടുന്നതിനെ സൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവർക്ക് എന്തോ ഇല്ല, ഇവർക്കൊരു വിശ്വാസത്തിന്റെ കുറവുണ്ട്. ഇന്ന് വാസ്തവം ഞാൻ ഉൾപ്പെടെ ഈ കൂട്ടായ്മയിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, ഉപവസിക്കുന്നവനാ, എല്ലാ മാസവും ഉപവസിക്കും, അല്ലാത്ത ദിവസങ്ങൾ ഉപവസിക്കും. എങ്കിൽ നിനക്ക് വിശ്വാസത്തിന്റെ പൂർണ്ണത വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് പറയാ, ദുഃഖത്തിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് മാറുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുള്ള ദുഃഖം? ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദുഃഖം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് പറയാ, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലോ ഞാൻ നിങ്ങളെ ഓർത്താ ഞാൻ സന്തോഷിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കുന്ന വീട്ടിലെ ദുഃഖം എന്തിനാണെന്നറിയാമോ? ദേശം മുഴുവൻ ദൈവ മഹത്വം വെളിപ്പെടാനായിട്ടാ. കാരണം ദൈവത്തെ ഒന്ന് എന്നെ നിങ്ങളുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇനി പിറുപിറുക്കല്ലേ. ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ച് എന്റെ വിഷയത്തിന് മറുപടി കിട്ടാന്ന് പറയല്ലേ. ആ ദൈവഹിത പ്രകാരമായി തീരുവാൻ പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ വീട്ടിലെ ദുഃഖം, നിന്റെ വീട്ടിലെ വിഷയം, നിന്റെ മക്കളുടെ വിഷയങ്ങൾ, നിങ്ങളെ ഒരുക്കുന്ന വിഷയങ്ങൾ എന്തായി തീരണം? കർത്താവിന്റെ നാമമഹത്വത്തിന് കാരണമായി തീരണം. ലാസർ മരിച്ചത് കർത്താവ് അറിഞ്ഞിട്ടല്ല, അതല്ല. ലാസറിന്റെ കുടുംബത്തെ പദ്ധതി കർത്താവിന് അറിയായിക്കൊണ്ടല്ല. ലാസറിന്റെ സഹോദരിമാർ 2 പേരും കർത്താവിനെ ശുശ്രൂഷിച്ചത് കർത്താവിനൊന്നും അറിയാതിരുന്നിട്ടല്ല. പക്ഷെ കർത്താവിന്റെ ഉദ്ദേശം സ്ലീഹന്മാരെ ഒന്ന് ബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. കണ്ടോ ദൈവത്തിന്റെ പദ്ധതി വയ്ക്കേ. അപ്പൊ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരുന്ന അറിയാമോ? അയലത്തുകാർ രക്ഷ പ്രാപിക്കാനായിട്ടാണ്. വിശ്വസിക്കുന്നവരുടെ കണ്ണുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുന്നത്, ദുഃഖം കടന്നു വരുന്നത്, ദൈവം നിന്നെ അറിയാഞ്ഞിട്ടോ, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടോ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല. നീ ദേശത്ത് ഒരു മാന്യനായി തീരാൻ കർത്താവ് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്.